ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എല്ലാവരുടെ അടുത്തൊരു കാര്യം പറയാന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചേ. നമ്മൾ LDC 2024 വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിന്റെ ഫുൾ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യാൻ പോവാണ്. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിൽ ചെയ്യാൻ പോവാണ്. അപ്പൊ ബേസ് മുതലുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഇംഗ്ലീഷിന്റെ എന്താ പറയാ തുടക്കക്കാരെന്നുള്ള രീതിയിൽ അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ബേസ് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുള്ള സെഷനാണ്. ഓക്കെ. അപ്പോ ഇനി നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിന്റെ ഗ്രാമർ ഉണ്ട്. അതേപോലെ തന്നെ വൊക്കാബുലറി ഉണ്ട്. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഒരു 12 ടോപ്പിക്കുകളാണ് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ വൊക്കാബുലറിയുടെ കേസ് ആണെങ്കിൽ നമുക്ക് 12 ടോപ്പിക് അതിനകത്ത് നോക്കാനുണ്ട്. ഓക്കെ. പിന്നെ ഈ അടുത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വൊക്കാബുലറി തന്നെയാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ വൊക്കാബുലറി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് എന്നോട് കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പലരും തെറ്റിക്കുന്നതായിട്ടുള്ള ഒരു പോർഷൻ കൂടിയാണ് വൊക്കാബുലറി. അപ്പൊ നമ്മൾ അവിടെ നമ്മുടെ ഒരു ബേസ് അല്ലെങ്കിൽ നമ്മളവിടെ നമ്മുടെ ഒരു സ്ട്രെങ്ത് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറി വരാൻ പറ്റുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള വൊക്കാബുലറി. ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് ഈ ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ഗ്രാമറിൽ വരുന്നത് ഏതൊക്കെയുള്ള ടൈപ്സ് ഓഫ് സെന്റൻസ്, ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ് ഉണ്ട്, ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്, എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ് ഉണ്ട്, ആർട്ടിക്കിൾസ്, യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റ് ആൻഡ് ജെറൻസ്, ടെൻസസ് ആൻഡ് കണ്ടീഷണൽ സെന്റൻസ്, പ്രപ്പോസിഷൻ, യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ. ഇപ്പൊ ഗ്രാമറിന്റെ പോർഷൻ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഞാൻ ഫസ്റ്റ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഓക്സിലറി വെർബ് ആണ് കേട്ടോ. യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്ന ടെൻസ് ആയിരിക്കും. ടെൻസ് ഇൻ കണ്ടീഷണൽ സെന്റൻസ് എന്നും കൂടി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഫ് കണ്ടീഷനെ കുറിച്ചുള്ള ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ ടെൻസിനകത്ത് ഇത് രണ്ടും കൂടിയിട്ട് ക്ലബ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിപ്പിക്കുക, ടെൻസും അതേപോലെ തന്നെ ഇഫ് കണ്ടീഷനും. പിന്നെ നമ്മൾ നോക്കുന്നത് കോൺകോഡ് ആയിരിക്കും, എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്. ഓക്കെ. അപ്പൊ ഇത്രയും സ്ട്രോങ് ആണെങ്കിൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിലും അതേപോലെ തന്നെ ആക്റ്റീവ് പാസീവ് ആണെങ്കിലും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണെങ്കിലും ഒക്കെ നമുക്ക് വേഗം വേഗം പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ഇത്രയും ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? ടെൻസ് ഉണ്ട്, ഓക്സിലറി വെർബ് ഉണ്ട്, കോൺകോഡ് ഉണ്ട്. ഇത്രയും സെറ്റ് ആണെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക. നമ്മൾ തുടങ്ങുന്ന ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ അതിന്റെ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ടാവും കേട്ടോ. ലൈവ് മാത്രമല്ല, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ ചില ടോപ്പിക് എടുക്കുമ്പോൾ എനിക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ക്ലാസ് എടുത്താലായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക യൂസ്ഫുൾ ആയിട്ട് വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ലൈവ് ആയിട്ട് തന്നെ ക്ലിയർ ചെയ്യാം. അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ വരുമ്പോൾ ഞാൻ ലൈവ് ആയിട്ട് ക്ലാസ് എടുക്കും. അല്ലാത്തത് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ടോപ്പിക് തോന്നുമ്പോൾ ഞാൻ അത് റെക്കോർഡഡ് ആയിട്ടായിരിക്കും കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ നമുക്ക് വെക്കാം. അപ്പൊ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഗ്രാമറിന്റെ ടോപ്പിക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വൊക്കാബുലറി ആണെങ്കിൽ നമ്മൾ പഠിച്ച എന്തായാലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. അപ്പൊ SSCയും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം റെഫർ ചെയ്തിട്ട് നമ്മുടെ ഹിന്ദു വൊക്കാബുലറി ഇതെല്ലാം റെഫർ ചെയ്തിട്ട് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. അത്രയും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ. അതേപോലെ തന്നെ ഒരാഴ്ചയിൽ നമുക്ക് 4 ദിവസമായിരിക്കും നമ്മുടെ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ടാവുക കേട്ടോ. 4 ദിവസം. അതിൽ 2 ഗ്രാമർ ടോപ്പിക്കും 2 വൊക്കാബുലറി ക്ലാസ്സും ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതേപോലെ നമ്മൾ ഓരോ ആഴ്ചയിലത്തെയും ടൈം ടേബിളും അതെങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓക്സിലറി വെർബ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക കേട്ടോ. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യും അങ്ങനെയുള്ള ഡൗട്ടുകളൊന്നും വേണ്ട. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഗ്രാമർ ആണെങ്കിലും വൊക്കാബുലറി ആണെങ്കിലും LDCക്ക് മുമ്പ് നമ്മൾ എന്തായാലും തീർത്തിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് റിവിഷൻ ഉണ്ടാവും. എല്ലാം ഫ്രീ ക്ലാസ്സുകളാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ക്ലാസ് മാത്രം കേട്ട് പോയാൽ പോരാ ട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ക്ലാസ് ഇപ്പൊ ഞാനിപ്പോ ഒരു ടോപ്പിക് പഠിപ്പിക്കുകയാണ്, ടെൻസ് പഠിപ്പിക്കുന്നു. അപ്പൊ ആ ക്ലാസ് മാത്രം കേട്ടാൽ പോരാ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് കുറെ വർക്ക് ചെയ്യണം. നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡെയിലി ഒരു 10, 15 ക്വസ്റ്റ്യൻസോ നിങ്ങളുടെ സമയം അനുസരിച്ചിട്ട് ഒരു 15 ക്വസ്റ്റ്യൻസ്, ഒരു 20 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡെയിലി വർക്കൗട്ട് ചെയ്യുക. ഇപ്പൊ ടെൻസ് മുഴുവൻ തീർത്ത് കഴിഞ്ഞിട്ട് ചെയ്താലും മതി. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ പഠിച്ചത് കറക്റ്റ് ആണോ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൽഫായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അല്ലാണ്ട് ക്ലാസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിന്നാൽ പോരാ ട്ടോ. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളും മുന്നോട്ട് വരണം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഒരു ടീം എന്നുള്ള രീതിയിൽ തന്നെ നല്ല റിസൾട്ട് തീർച്ചയായിട്ടും എക്സാമിന് നല്ല റിസൾട്ട് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ, എല്ലാവരുടെയും കയ്യിൽ ഒരു ബുക്ക് മസ്റ്റ് ആയിട്ട് വേണം.
ഒരു ജസ്റ്റ് ഒരു ബുക്ക് നമ്മുടെ ഇംഗ്ലീഷിന് വേണ്ടി വെക്കുക. അപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ ടെൻസിനെ ഞാൻ പഠിപ്പിക്കുമ്പോൾ എപ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക, എപ്പോഴാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ എക്സാമിന്റെ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ എക്സാമിന് 2 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് മാത്രം ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം തീർക്കാൻ പറ്റും. ഓക്കെ, ഒരു നല്ലൊരു റിവിഷൻ കൂടിയായിരിക്കും. അപ്പൊ എല്ലാവരും അതും കൂടെ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻസ് ഡെയിലി വർക്കൗട്ടും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആരൊക്കെ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാവരുടെയും കമന്റ്സ് പ്രതീക്ഷിക്കണം. നമ്മൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.